ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ദർശനം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടാവാറുണ്ട്. അതുണ്ടായവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒന്നാണ് ഇവിടെ എനിക്ക് പറയണമെന്ന് തോന്നുന്നത്. നാം ഈ കാണുന്നതായ ലോകത്തിന് അത് സ്ഥൂലമാണ്. ആ സ്ഥൂലമായ ലോകം മാത്രമാണ് സത്യമെന്ന് നാം കരുതുന്നു. ഈ സ്ഥൂലമായ ലോകം വാസ്തവത്തിൽ നമ്മുടെ മസ്തിഷ്കത്തിൽ തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നതായിട്ടുള്ള ഒന്നാണ്. ഒരല്പം ചില രസങ്ങൾ നമ്മളുടെ നാവിലിട്ടാൽ മതി, ഉടൻ തന്നെ ഇതിൻ്റെ എല്ലാം രൂപം മാറിപ്പോകും. അത്രയ്ക്ക് പ്രാതിഭാസികമായിട്ടുള്ള ഒന്നിനെയാണ് നാം സത്യമായി കാണുന്നത്. യുക്തിവാദികൾ ഒരുപക്ഷെ ഇവിടെ പിണങ്ങി വന്നേക്കും, അതിന് വിരോധമില്ല. പക്ഷേ കുറെ കൂടെ വലിയ ഒരു യുക്തിയും കൂടെ ഉണ്ട് ലോകത്ത് എന്ന് നാം അറിയണം. സാധാരണ നമ്മുടെ നാട്ടിലെ ഇരിഞ്ഞാലക്കുടയിലും മറ്റും കിട്ടുന്നതായിട്ടുള്ള യുക്തിവാദം അല്ലാതെ അതിനപ്പുറത്തുള്ള ഒരു യുക്തി കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉളവാക്കിയിരിക്കുന്നത്. ആരെങ്കിലും ഇരുന്ന് മെനഞ്ഞുണ്ടാക്കുന്നതല്ല. ഈ പ്രപഞ്ച രഹസ്യത്തിനകത്ത് നിറഞ്ഞിരിക്കുന്നതായ യുക്തിയിൽ കവിതയുമുണ്ട്, കലയുമുണ്ട്, ശാസ്ത്രവുമുണ്ട്, വിശ്വാസവുമുണ്ട്, ഗൂഢാവബോധവുമുണ്ട്. അതിനെ എല്ലാത്തിനെയും കലർത്തിയെടുത്ത ഒന്നുണ്ട് എന്നറിയണമെങ്കിൽ നിങ്ങൾ ഹൈസൻബർഗും ഷ്രോഡിംഗറും കൂടി കോപ്പൻഹേഗനിൽ വെച്ച് ഡി ബ്രോഗ്ലിയെ കണ്ട് സംസാരിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന ചില അനുഭവങ്ങൾ അവർ എഴുതി വച്ചിരിക്കുന്നത് വായിച്ചു നോക്കുവാൻ. ലോകോത്തരന്മാരായ 3 ഫിസിസിസ്റ്റുകൾ ഫിസിക്സിൽ നിന്നും ലബോറട്ടറിയിൽ നിന്നും എല്ലാം ദൂരെ പോയി അവർ ഈ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അപ്പുറത്തുള്ള ഒരു മേഖലയിലേക്ക് പ്രവേശിച്ച് നിന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അതുകൊണ്ട് ഇത് ശാസ്ത്രയുക്തമല്ലെന്നല്ല, ശാസ്ത്രത്തിനും അതീതമായി നിൽക്കുന്ന ഒന്നാണ്. ആ ശാസ്ത്രത്തിന് അതീതമായിരിക്കുന്നതായ ഭക്തി സ്വരൂപത്തിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുവാൻ സെയിന്റ് ഫ്രാൻസിസിന് കഴിയുന്നു. വാചാലനല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട്. കൈവിരലുകൾ അറ്റുപോയ കുഷ്ഠരോഗികളെ കൂട്ടത്തോടെ പോയി അദ്ദേഹം തൻ്റെ ആശ്രമവാസികളാക്കി അവരെ കെട്ടിപ്പിടിച്ച്, അവരെ കുളിപ്പിച്ച്, അവരെ കഴുകി, അവരെ മടിയിലിരുത്തി ഉമ്മ വെച്ച് അവർക്ക് ആഹാരം വായിൽ വെച്ച് കൊടുക്കുന്നതായിട്ടുള്ള ആ ജീവിതാനുഭവത്തിൽ കൂടിയാണ് അദ്ദേഹം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ജീവിക്കുന്നത്. നമുക്ക് ഏറ്റവും അറപ്പുണ്ടാക്കുന്നതായ ഒരിടത്ത് ഒരാൾക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നു. അപ്രകാരം ക്രിസ്തുവിനെ അദ്ദേഹം കാണുവാൻ ഇടയായ ഒരു രംഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ സ്നേഹിതനോട് പറയുകയാണ്, ബ്രദർ ലിയോ, ഈസ് ദാറ്റ് യു? ഡിഡ് യു സീ ഹിം? ഹു? He dissolved into the air just now. He is still in the room. But who, sir? It must have been a dream. No, it wasn't a dream, brother Leo. Does something exist which is truer than truth itself? That's what it was. He sat up in bed and began to rub his eyes. You think I was asleep, did you? I wasn't asleep. The doors were closed, but he entered, groping like a blind man, his arms stretched out in front of him. He was dressed in rags, thousands of rags with thousands of patches, and he smelled of rotting flesh. He reached my bed, searched and found me. Are you Sir Bernardo's pampered son? I am, I answered, trembling. Come then, get up, undress me, wash me, give me something to eat. He wasn't imploring, he was commanding. Who are you? First undress me, wash me, give me something to eat. I rose and began to undress him. What rags, good God, what patches, what a stink, and his body, now that he was naked and I could see it, how shattered it was, and the feet swollen and covered with hundreds of wounds. His head was thrust in a hood which I took off.
revealing the temples which were furrowed with lines made by white-hot iron, and on his forehead he had a red wound shaped like a cross. But what horrified me the most were the large bloody holes in his hands and feet. "Who are you?" I asked again, starting at him with disgust and fear. "Wash me," was his answer. I went and heated water, washed him. Afterwards he sat down on the trunk, the same on you are sitting now, and said, "Now I want to eat." I brought him a large plate of food. He bent down, took a fistful of ashes from the hearth, threw them over the food and began to eat. When he had finished, he got up and clasped my hand. His face had grown calm. He gazed at me with tenderness, compassion. "Now you are my brother," he said. "If there is no such thing as the body, if perhaps only the soul exists, and what we call body is simply the part of the soul which we are able to see and feel. Each night of my sickness, as I began to feel asleep, I felt my soul hovering violently, tranquilly above my bed. It would leave through the window, promenade in the courtyard, perch on the top of the wine arbor, and afterwards hang in the air, undulating back and forth over the rooftops of Assisi. It was then that I suddenly discovered the great secret. The body does not exist. Yes, Brother Leo, there is no such thing as the body. Nothing exists but the soul." അപ്പൊ ഇങ്ങനൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായി. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു നിമിഷം ഉണ്ടാവും. വിവേകാനന്ദ സ്വാമിക്ക് ദൈവമുണ്ടോ എന്നൊരു ചോദ്യം മനസ്സിൽ നിന്നു. അദ്ദേഹം തൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണനോട് ചോദിച്ചു, "അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവമുണ്ടോ?" ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, "നിന്നെ ഞാൻ കാണുന്നത് പോലെയും നീ എന്നെ കാണുന്നത് പോലെയും ദൈവത്തെ ഞാൻ കാണുന്നുണ്ട്." സംശയാലുവായിരുന്ന വിവേകാനന്ദനോട് അദ്ദേഹം പറഞ്ഞു, ഇതാ അദ്ദേഹം തൻ്റെ കാൽ ഉയർത്തി, തൻ്റെ വലത്തുകാൽ ഉയർത്തി വിരലുകൊണ്ട് നെറ്റിയിൽ സ്പർശിച്ചു. ഒരു നിമിഷത്തിനൊന്നും ആ നിമിഷം വരെ ഉണ്ടായിരുന്ന വിവേകാനന്ദനല്ല പിന്നീട് ഉണ്ടായിരുന്നത്. വിവേകാനന്ദൻ്റെ സർവ്വ സംശയങ്ങളും അപ്പോഴകന്നുപോയി. ഇങ്ങനെ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം. ഞാൻ ആദ്യം രമണ മഹർഷിയെ കാണാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഇതെന്തൊരു ഈ കിഴവൻ ഇങ്ങനെ ഇരുന്ന് മനുഷ്യരെ ഉപദ്രവിക്കുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 3 ദിവസം ഇരുന്നിട്ടും ഒരു മഹിമയെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരു വൃദ്ധൻ തലയാട്ടി അങ്ങനെ ഇരിക്കുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ധീരനായിട്ടുള്ള നേതാവ് വിവേകാനന്ദ സ്വാമിയാണ്. ഇന്ത്യക്ക് വേണ്ടി എത്രയധികം അദ്ദേഹം വേദനിച്ചു, എന്തെല്ലാം ത്യാഗങ്ങൾ അനുഭവിച്ചു. എന്നാൽ ഇതാ ഒരു വൃദ്ധൻ ഇവിടെ വെറുതെ ഇരുന്ന ആളുകളെ മെനക്കെടുത്തുന്നു എന്ന് കരുതി. 3-ാമത്തെ ദിവസം ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോകാമെന്ന് വിചാരിച്ചു. എന്നാൽ ഒരു മര്യാദ കാണിക്കണമല്ലോ. വെളിയിൽ പോയി കുറേ ഓറഞ്ച് വാങ്ങിച്ചുകൊണ്ട് വന്നു മഹർഷിയുടെ മുമ്പിൽ വെച്ചു. മഹർഷി അത് നോക്കുക പോലും ചെയ്തില്ല. ഞാൻ നമസ്കരിച്ച് നോക്കി, എന്നെ തിരികെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യോ? ഇല്ല, യാതൊന്നുമില്ല. ഈ മനുഷ്യന് ഹൃദയം പോലും ഇല്ലല്ലോ എന്ന് തോന്നിപ്പോയി. എന്നാലും എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഞാൻ മഹർഷിയുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. മഹർഷി വേറെ എവിടെ നോക്കുക. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി അല്പം താണു എൻ്റെ കണ്ണിലേക്ക് തന്നെ. എന്തു പറയാനാണ്, ഒരു നിമിഷം 2 പ്രകാശവത്തായ കുന്തങ്ങൾ വന്ന് എൻ്റെ ഉള്ളിൽ തറച്ചതുപോലെ എനിക്ക് തോന്നി. എല്ലാം ഇരുണ്ടു, യാതൊന്നും കാണാൻ വയ്യ. മഹർഷിയില്ല, ജനങ്ങളില്ല, യാതൊന്നുമില്ല. ഞാൻ ആ ആശ്രമത്തിലേക്ക് തലേ ദിവസം കടന്നു വന്നത് ഞാൻ ഓർമ്മിച്ചു. അതിന് മുമ്പത്തെ ദിവസം ഓർമ്മിച്ചു. തിരുവനന്തപുരത്ത് നിന്നും തിരിച്ചത് ഓർമ്മിച്ചു. എല്ലാം ഓർമ്മിച്ചു. അങ്ങനെ അത് പിന്നോക്കം പോയി. ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് വരെ ആ ഓർമ്മ പിന്നോക്കം പോയി. ഇതെന്തൊരു മായ! എൻ്റെ ശരീരം മുഴുവനും വിറയ്ക്കുന്നു. 2 കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി എൻ്റെ നെഞ്ചിൽ വീഴുന്നു. ആരോ ഒന്ന് എൻ്റെ മുതുകിൽ തട്ടി പറഞ്ഞു, "ഊണ് സമയമായി." ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മഹർഷി മുമ്പിലില്ല, ആരുമില്ല. എല്ലാവരും ഊണ് കഴിക്കുന്നിടത്തേക്ക് പോയി.
ഞാനും അവിടത്തേക്ക് ചെന്നു. ഒരു മഹാത്ഭുതം പോലെ എല്ലാവരും ഉണ്ണാനിരിക്കുന്നു. ഇനി ഒരു ഇലയ്ക്ക് മാത്രമേ ഉള്ള ആളില്ലാത്തത്. ആ ഇല ഇട്ടിരിക്കുന്നത് മഹർഷിയുടെ തൊട്ട് വലത്ത് വശത്ത്. എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. ഞാൻ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പല്ലേ അദ്ദേഹത്തെ പറ്റി മനുഷ്യരുടെ സമയം മെനക്കെടുത്തുന്ന ഒരു വൃദ്ധനെന്ന് കരുതിയത്. ഇപ്പോൾ എനിക്ക് മഹർഷിയല്ലാതെ വേറെ ഒരു സത്യമില്ല. അപ്പോഴും എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോറും കൂട്ടാനും ഒക്കെ വിളമ്പുമ്പോൾ മഹർഷി കാരുണ്യത്തോടുകൂടി ആ പാത്രത്തിൽ ആ ഇലയിൽ നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വിളമ്പിയതെല്ലാം എനിക്കും വിളമ്പിയിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് ഊണ് കഴിച്ചു. അതിനുശേഷം മഹർഷി എനിക്കൊരു വ്യക്തിയല്ല. മഹർഷി മാത്രമൊന്നുമല്ല, ആരും എനിക്ക് വ്യക്തികളല്ല. രൂപങ്ങൾ ഇങ്ങനെ കാണുന്നു, പേരുകൾ കേൾക്കുന്നു എന്നല്ലാതെ മഹർഷിയുടെ രൂപത്തിൻ്റെ പേരിൻ്റെയും പിന്നിലിരുന്ന സത്ത ലോകസത്തയായി മാറിയതുപോലെ എൻ്റേതും മാറിപ്പോയി. ഞാൻ ഇന്നൊരാളോട് ഞാനില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ എന്നുള്ള നിലയിൽ ഉള്ള ഒരു ബന്ധം ഉണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ആകവേ മാറ്റിക്കളയുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകുന്നത് വരെ സാധാരണ യുക്തിയിൽ മാത്രമേ നമുക്ക് ചുരുണ്ടുകൂടിയിരിക്കുവാൻ സാധിക്കുകയുള്ളൂ.